ചെറിയ വേഷങ്ങളിലൂടെ വളർന്നു വന്ന് മലയാളത്തിൽ മാത്രമല്ല തെന്നിന്ത്യയിൽ തന്നെ അറിയപ്പെട്ട നടനാണ് സുരേഷ് ഗോപി. അതിലൊന്നും ആർക്കും ഒരു തർക്കവുമില്ല. തർക്കം വരാൻ ഇടയില്ലാത്ത മറ്റൊരു കാര്യം കൂടിയുണ്ട്. സുരേഷ് ഗോപിയുടെ ഓഫ് സ്ക്രീൻ ബ്ലോക്ക് ബസ്റ്റർ പ്രകടനങ്ങൾ. വളരെ സൂക്ഷിച്ച് സംസാരിക്കണം. നിങ്ങൾ ആരാണ്? നിങ്ങൾ ആരോടാ ചോദിക്കുന്നത്? സൗകര്യമല്ല പറയാൻ. താരത്തിന്റെ സിനിമയെ വെല്ലുന്ന പ്രകടനം തൃശൂരിൽ കണ്ടതാണ്. അഭിനയം വശമുള്ളതുകൊണ്ട് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട ലോക്സഭയിലും എത്തി. കേന്ദ്രമന്ത്രി കസേരയും കിട്ടി. പക്ഷേ പ്രധാന പ്രശ്നം എന്തെന്ന് വെച്ചാൽ കക്ഷിയെ പൊതുമധ്യത്തിൽ കുറച്ചു കാലമായി കാണാനില്ല. അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി പിറക്കണമെന്നൊക്കെ വല്ലാതെ മോഹം ഉള്ളിൽ കൊണ്ടു നടക്കുന്ന സുരേഷ് ഗോപി പലപ്പോഴും സൈലന്റ് മോഡിലാണ്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീമാരെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്ത സംഭവത്തിൽ രാജ്യത്ത് വലിയ പ്രതിഷേധമാണ് ഉയർന്നത്. ഇടത് എംപിമാരും നേതാക്കളും പ്രതിഷേധ സ്വരമായി ആഞ്ഞടിച്ചു. എന്നാൽ സുരേഷ് ഗോപി ഇതിനെതിരെ എവിടെയെങ്കിലും പ്രതികരിച്ചതായി അറിയുമോ? സുരേഷ് ഗോപി എന്തെങ്കിലും മുൻപിയായിട്ട് കേട്ടിട്ടുണ്ടോ? ഒരു പക്ഷേ ഇനി അടുത്ത ആഴ്ച വേണമെങ്കിൽ അതേ ഒരു കിരീടമായിട്ട് വേണം കേരളത്തിലേക്ക് വന്നേക്കാൻ വേണമെങ്കിൽ മാതാവിന് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മിണ്ടാതിരുന്ന ചതിക്കാനാണോ ഞങ്ങൾ വോട്ടും നൽകി ജയിപ്പിച്ച് MP ആക്കിയതെന്ന് തൃശൂർക്കാർ ചോദിച്ചു തുടങ്ങി. സുരേഷ് ഗോപിയുടെ നിലപാടിൽ വിശ്വാസികളും കടുത്ത വിമർശനമാണ് ഉയർത്തുന്നത്. ഇക്കാണുന്നത് ബിഷപ്പ് യൂഹന്നൽ മിലിത്തിയോസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ക്രൈസ്തവർക്കെതിരെ രാജ്യവ്യാപകമായി സംഘപരിവാർ ആക്രമണം നടത്തുമ്പോഴും സുരേഷ് ഗോപി മൗനം തുടരുന്നതിനെ പരോക്ഷമായി വിമർശിക്കുന്നതാണ് ബിഷപ്പിന്റെ പോസ്റ്റ്. തൃശൂരിൽ മത്സരിക്കുമ്പോൾ ക്രൈസ്തവരുടെ പിന്തുണ നേടിയെടുക്കാൻ സുരേഷ് ഗോപി കാട്ടിക്കൂട്ടിയ കോലാഹലങ്ങൾ ആരും മറക്കാനിടയില്ല. പക്ഷേ ഛത്തീസ്ഗഡിലും ഒഡീഷയിലും കന്യാസ്ത്രീകളും പുരോഹിതരും ബജരംഗദൾ ഗുണ്ടാ സംഘത്തിന്റെ ക്രൂര ആക്രമണങ്ങൾ നേരിട്ടപ്പോൾ അതിനെതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും തൃശൂർക്കാരുടെ MP-ക്ക് കഴിയുന്നില്ല. രാജ്യത്തിന്റെ പല ഭാഗത്തും വൈദികർക്കും കന്യാസ്ത്രീകൾക്കുമെതിരെ സംഘപരിവാർ ആക്രമണം തുടരുകയാണ്. ഇതിലൊന്നും ഒരു ഇടപെടലും നടത്താൻ കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി തയ്യാറായിട്ടില്ല. സംഘപരിവാറിലേക്ക് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായി വന്നു ചേരുന്ന പ്രശ്നമാണ് സുരേഷ് ഗോപിക്കുമുള്ളത്. അയാളിലെ അപരമത ജാതി വിദ്വേഷം എത്രത്തോളമാണെന്ന് പല ഘട്ടങ്ങളിലായി നമ്മൾ കണ്ടതാണ്. അങ്ങനെയുള്ള ഒരാൾ ക്രിസ്ത്യൻ മതവിഭാഗത്തിനെതിരെ സംഘപരിവാർ നടത്തുന്ന കൊലവിളികളിൽ പ്രതികരണം നടത്തുമെന്നോ നടപടിയെടുക്കുമെന്നോ കരുതി കാത്തിരിക്കുന്നത് തന്നെ തമാശയാണ്.